Hello friends, Assalamu alaikum. Welcome back our channel My Tricks and Tips. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെയധികം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ചോളത്തിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ്. അതോടൊപ്പം അതിൻ്റെ കുറച്ച് ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടി നിങ്ങളോടൊന്ന് പറയാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഇന്ത്യയിൽ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബംഗാൾ, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് ചോളം കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. വൈറ്റമിൻ ഇ, വൈറ്റമിൻ ബി, മിനറൽസ് എന്നിവയുടെ ഒരു കലവറയാണ് ചോളം. ചോളം കഴിക്കുന്ന ആളുകൾ ഹൃദയ സംബന്ധമായുള്ള അസുഖങ്ങളും ക്യാൻസർ, അനീമിയ പോലുള്ള അസുഖങ്ങളും കുറവായിരിക്കും. രക്തസമ്മർദ്ദം കുറയ്ക്കാനും കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാനും ചോളം വളരെയധികം സഹായിക്കും. ഗർഭിണികൾ ചോളം കഴിക്കുന്നത് കൊണ്ട് ഗർഭസ്ഥ ശിശുവിൻ്റെ തൂക്കം കൂട്ടാൻ വളരെ സഹായകമാണ്. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ചോളം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം അടങ്ങിയ ഭക്ഷണ പദാർത്ഥമാണിത്. ധാരാളം നാരടങ്ങിയിരിക്കുന്നത് കൊണ്ട് മലബന്ധം ഉള്ള ആളുകളിൽ ഇത് കഴിക്കുന്നത് മൂലം മലബന്ധം കുറയ്ക്കാൻ ഏറെ സഹായകമാവും. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കെല്ലാം നല്ല ഒരു പരിഹാരമാണ് ചോളം കഴിക്കുന്നത്. ഇതിൽ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ധാരാളം അടങ്ങിയിരിക്കുന്നു. തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ചോളം കഴിക്കുന്നത് നല്ലതാണ്. ചോളം വേവിച്ചതിന് ശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കഴിക്കുന്നതാണ് നല്ലത്. പ്രമേഹ രോഗികൾ ദിവസേന ചോളം കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായകമാവും. കൊഴുപ്പ് വളരെ കുറവുള്ള ഒരു ഭക്ഷണ പദാർത്ഥം കൂടിയാണ് ചോളം. ഇതിൻ്റെ മഞ്ഞ വിത്തുകളിൽ അരിറ്റനോയിഡ് ധാരാളം അടങ്ങിയിരിക്കുന്നു. ചോളം കഴിക്കുന്നവരിൽ കാഴ്ച കുറവിനുള്ള സാധ്യത വളരെ കുറവാണ്. ധാരാളം സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും ചോളം ഉപയോഗിക്കാറുണ്ട്. ചോളം കഴിക്കുന്നതിലൂടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ കഴിയും. ചർമ്മത്തിലുള്ള പ്രശ്നങ്ങളെ നീക്കം ചെയ്യാനും ചോളത്തിന് കഴിവുണ്ട്. അതുകൊണ്ട് എല്ലാവരും ചോളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി നമുക്ക് നമ്മുടെ റെസിപ്പിയിലോട്ട് കടക്കാം. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചോളം ഒരുപാട് മൂത്ത് പോയ ചോളമായിരിക്കരുത്. അതായത് കുറച്ച് നല്ല കളറുള്ളതും എന്നാൽ ഒരുപാട് അങ്ങ് മൂത്ത് പോവാത്തതുമായ ചോളം വാങ്ങിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നമ്മളിത് തൊലിയൊക്കെ ഇറന്നതിന് ശേഷം ഇതുപോലെ ഈ വിത്ത് മാത്രം കൈകൊണ്ടൊന്ന് അടർത്തിയെടുത്താൽ മതി. ഈ ഒരു രീതിയിൽ അടർത്തിയെടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് അടർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മളൊരു ചെറിയ കത്തി വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം ഒന്ന് അടർത്തി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തള്ളവിരൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. ഞാൻ ഈ കാണിക്കുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് അടർത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഞാനിവിടെ 2 ചോളമാണ് എടുത്തിട്ടുള്ളത്. 2 ഞാൻ ഇതുപോലെ ഫുള്ളായിട്ടും അടർത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു പാത്രത്തിലോട്ട് ഇത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുറച്ച് ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് സമയം വേവിക്കേണ്ട ആവശ്യമൊന്നും ഇതിനില്ല. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കാരണം ഒരുപാട് മൂക്കാത്ത ചോളം ആയതുകൊണ്ട് തന്നെ എളുപ്പത്തിന് വെന്ത് കിട്ടും കേട്ടോ. ഇത് കുക്കറിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിലും ഞാനിത് കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് അടച്ചിട്ടൊന്നുമല്ല ഉണ്ടാക്കുന്നത്. ഇതുപോലെ സാധാരണ ഒരു അടപ്പ് വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ആ വെള്ളം വറ്റുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ഇപ്പം ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. ഇത് എളുപ്പത്തിൽ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാവുന്ന പണിയേ ഉള്ളൂ. ഇതിൽ നമ്മൾ ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കണം. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർക്കുന്ന വീഡിയോ എൻ്റെ അടുത്തുനിന്ന് കട്ടായി പോയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. പക്ഷെ ബട്ടർ ഇതിൽ എന്തായാലും മസ്റ്റായിട്ടും ചേർക്കണം കേട്ടോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണോളം ചാട്ട് മസാലയാണ്. ചാട്ട് മസാല ചേർക്കുമ്പോൾ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ചാട്ട് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ബ്ലാക്ക് സാൾട്ട് വേണമെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ മെയിനായിട്ട് 2 ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കാനുണ്ട്. ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്. നമുക്ക് മാളുകളിൽ നിന്നും പിന്നെ നമ്മൾ ടൂറിസ്റ്റ് ഏരിയകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള ചോളം നമുക്ക് വാങ്ങിച്ച് കഴിക്കാനായിട്ട് കിട്ടും. നല്ലൊരു ടേസ്റ്റാണ് അതിന് അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ സവാളയും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതിലോട്ട് ലെമൺ ചേർത്ത് കൊടുക്കണം.
ഇതിൽ ചേർക്കുന്ന മസാലയുടെ അളവൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊരു അളവൊന്നും പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം ചെറുനാരങ്ങയുടെ നീരാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതായത് ചെറിയ നാരങ്ങയായിരുന്നു, അത് മൊത്തത്തിൽ പിഴിഞ്ഞപ്പോൾ 2 ടീസ്പൂൺ ഉണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. ഇത് നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇപ്പോൾ സീസണാണ് ചോളത്തിൻ്റെ, അതുകൊണ്ട് തന്നെ എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്കായി ഒന്ന് ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയുള്ള ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇനിയും ഒരു നല്ല റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ടാറ്റാ ബൈ, അസ്സലാമു അലൈക്കും.